ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് ഫ്രോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ, ബിസിനസ് ഫ്രോഡ് എന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പഠിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് നടത്താൻ സാധ്യതയുണ്ടല്ലേ. ഇപ്പോൾ എന്താണ് ഈ ഫ്രോഡ് ആക്ടിവിറ്റി? നമ്മളൊരു ഗെയിന് വേണ്ടി അല്ലെ, ഒരു ബെനിഫിറ്റിന് വേണ്ടി, അത് ഫിനാൻഷ്യൽ ആവാം നോൺ ഫിനാൻഷ്യൽ ആവാം അല്ലേ. അപ്പോൾ ഒരു ബെനിഫിറ്റിന് വേണ്ടി നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ബെനിഫിറ്റ് നേടിയെടുക്കുന്നു. ഇതാണ് ഫ്രോഡ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ ഏതൊക്കെ രീതിയിലുള്ള ഫ്രോഡ്സ് നടക്കാമെന്ന് ഇവർ കുറച്ചിങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, നമുക്ക് ഓരോന്നും വായിച്ച് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഇതിൽ പറയുന്നതെന്ന്. അപ്പോൾ ഭയങ്കര ജനറേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ, അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് അസറ്റ്സ് ഉണ്ടാവും അല്ലേ. ഇൻവെൻട്രി അസറ്റാണ്, ക്യാഷ് അസറ്റാണ്, അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിൾ ഒരു അസറ്റാണ് ഒരു കമ്പനിയിൽ. അപ്പോൾ ഇതൊക്കെ, ഈ അസറ്റൊക്കെ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക, അതായത് മോഷ്ടിക്കുക, തെഫ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുക. ഇതാണ് അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ. ഫസ്റ്റ് വൺ, ക്യാഷ് തെഫ്റ്റ്. ക്യാഷ് അടിച്ചു മാറ്റുക. എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാം? ഒന്നെങ്കിൽ ലോക്കറിൽ നിന്ന് ഡയറക്റ്റ് അടിച്ചു മാറ്റാം, അതല്ലെങ്കിൽ ഒരു ക്യാഷ് സെയിൽസ് നടന്നു കഴിയുമ്പോഴേക്കും അത് റെക്കോർഡ് ചെയ്യുന്നില്ല, അത് റെക്കോർഡ് ചെയ്യാണ്ട് ക്യാഷ് എടുത്ത് പോക്കറ്റ് വെക്കാം. റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അറിയില്ലല്ലോ ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ടോ എന്ന്. അത് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് അടിച്ചു മാറ്റാം അല്ലേ. അപ്പോൾ ക്യാഷ് അടിച്ചു മാറ്റുക, ഇതൊരു എന്താണ്, അസറ്റ് മിസ്അപ്രോപ്രിയേഷന് എക്സാമ്പിളാണ്. അടുത്തത് ഇൻവെൻട്രി തെഫ്റ്റ് ഓർ മിസ്യൂസ്. ഇൻവെൻട്രി എന്താണ്? ഒരു അസറ്റാണ്. അപ്പോൾ അതൊന്നെങ്കിൽ മോഷ്ടിക്കാം അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാം. പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ ഇൻവെൻട്രി കൊണ്ടുപോകുന്നു, കമ്പനിയിൽ നിന്ന് കൊണ്ടുപോകുന്നു. എങ്ങനെ? ഒരു ഫേക്ക് സെയിൽസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. അതായത് ഒരു സെയിൽ നടന്നു എന്നുള്ള രീതിയിൽ ഒരു ഫേക്ക് സെയിൽസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഓക്കെ ഈ സെയിലിലൂടെ ഇൻവെൻട്രി പോയിട്ടുണ്ട് അല്ലേ, നമ്മുടെ കസ്റ്റമറിലേക്ക് ഇൻവെൻട്രി പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പോയി അതൊരു ഫേക്ക് സെയിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫേക്ക് സെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻവെൻട്രി നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതാണ് ഇൻവെൻട്രീനെ മിസ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻവെൻട്രീനെ തെഫ്റ്റ് അല്ലെ, ഇൻവെൻട്രീനെ മോഷ്ടിക്കുക. അപ്പോൾ ക്യാഷ് തെഫ്റ്റും ഇൻവെൻട്രി തെഫ്റ്റും മനസ്സിലായി. ദെൻ അക്കൗണ്ട്സ് റിസീവബിൾ ഫ്രോഡ്. അക്കൗണ്ട്സ് റിസീവബിൾ എന്താണ്? നമുക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാരാണല്ലോ അക്കൗണ്ട്സ് റിസീവബിൾ. അപ്പോൾ അതിലെങ്ങനെ ഫ്രോഡ് നടത്താം? ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് സ്കീം. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് വാങ്ങി, എന്നിട്ട് നമ്മൾ എവിടെയും റെക്കോർഡ് ചെയ്തില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ആ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ എ എന്ന് പറഞ്ഞ കസ്റ്റമറിനെ ബാഡ് ഡെപ്റ്റ് എന്നും പറഞ്ഞ് എഴുതി തള്ളി. ഇനി പൈസ കിട്ടൂല, കിട്ടാക്കടം എന്നുള്ള രീതിയിൽ എഴുതി തള്ളി. കസ്റ്റമറിന് നമുക്ക് ക്യാഷ് കിട്ടി. ഇപ്പോൾ ഞാനാണ് അക്കൗണ്ട്സ് റിസീവബിൾ മാനേജർ എങ്കിൽ ഞാൻ മാത്രമേ അറിയത്തുള്ളൂ ഇയാൾ ക്യാഷ് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി, ഞാൻ പോക്കറ്റ് വെച്ചു, അത് എഴുതി തള്ളി. ഇനി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടൂല എന്നുള്ള രീതിയിൽ എഴുതി തള്ളി. ആക്ച്വലി ആൾ പൈസ തന്നിട്ടുണ്ട്, ഞാൻ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അക്കൗണ്ട്സ് റിസീവബിൾ ഫ്രോഡിലെ ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് സ്കീം. അടുത്തത് ലാപ്പിംഗ് സ്കീം. ഇത്രേ ഉള്ളൂ. അതായത് കസ്റ്റമറെ എ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ആൾ തരാനുള്ള ക്യാഷ് കൊണ്ടുവന്ന് തന്നു. ഓക്കെ, നമ്മളിത് എവിടെയും റെക്കോർഡ് ചെയ്തില്ല. ബി എന്ന് പറയുന്നൊരു കസ്റ്റമർ ക്യാഷ് കൊണ്ടുവന്ന് തന്നപ്പോഴേക്കും ആ ക്യാഷ് ഉണ്ടല്ലോ അത് എയിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തു, എ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. ദെൻ സി എന്ന് പറഞ്ഞൊരാൾ ക്യാഷ് കൊണ്ടുവന്ന് തന്നപ്പോഴേക്കും ഈ സി എന്ന് പറഞ്ഞ ആൾ കൊണ്ടുവന്ന ക്യാഷ് ബി എന്ന് പറഞ്ഞ ഒരാളിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തു. ബി കൊണ്ടുവന്നത് എയിലേക്ക് പോസ്റ്റ് ചെയ്തു, സി കൊണ്ടുവന്നത് ബിയിലേക്ക് പോസ്റ്റ് ചെയ്തു, എയുടെ ക്യാഷ് നമ്മൾ എടുത്തു അല്ലേ. അപ്പോൾ ഇതാണ് ലാപ്പിംഗ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൽ അല്ലേ. ഇയാളുടെ ക്യാഷ് ആളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു, ആളുടെ ക്യാഷ് ഇയാളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ദെൻ ഓക്കെ, അടുത്തത് വെൻഡർ ഫ്രോഡ് ആൻഡ് ഫേക്ക് സപ്ലയേഴ്സ്. നമ്മളൊരു ഫേക്ക് സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇയാൾക്ക് ഇത്ര ക്യാഷ് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ ഒരു ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പൈസ അടിച്ചു മാറ്റും. സത്യത്തിൽ അങ്ങനെ ഒരു വെണ്ടറും ഇല്ല, ആൾക്ക് അങ്ങനെ ഒരു പൈസ കൊടുക്കാനും ഇല്ല. നമ്മൾ ഫേക്കായിട്ട് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തതാണ്. എന്തിന്? നമുക്ക് പൈസ കിട്ടാൻ വേണ്ടി. ഓക്കെ, അതാണ് വെൻഡർ ഫ്രോഡ് ആൻഡ് ഫേക്ക് സപ്ലയേഴ്സ്. ഓക്കെ, അടുത്തത് എക്സ്പെൻസ് റീഎംബേഴ്സ്മെൻറ്റ് സ്കീം. എന്തായിരിക്കും റീഎംബേഴ്സ്മെൻറ്റ്? എന്താണ്? ഇപ്പോൾ നമ്മൾ നമ്മുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തെവിടെയെങ്കിലും പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കുണ്ടാകാവുന്ന ചിലവ്, ട്രാവൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഫുഡിൻ്റെ ക്യാഷ്, പിന്നെ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലിൻ്റെ ബില്ല്, ഇതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് ആ സമയത്ത് കൊടുക്കും. പക്ഷേ ഈ പൈസ നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടും. നമുക്ക് ഈ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ കമ്പനിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിനെയാണ് റീഎംബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ഇത് റെഡീം ചെയ്തെടുക്കും. അപ്പോൾ അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുന്നു. അതായത് ഫേക്ക് ട്രാവൽ ബില്ലും ഫേക്ക് ഹോട്ടൽ ബില്ലൊക്കെ ഉപയോഗിച്ചിട്ട് റീഎംബേഴ്സ്മെൻറ്റ് ചോദിക്കുന്നു കമ്പനിയിൽ നിന്ന്. അപ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നു. എക്സ്പെൻസ് റീഎംബേഴ്സ്മെൻറ്റ് സ്കീം അല്ലേ. അതായത് ഇപ്പം നമ്മളൊരു യാത്ര പോകുന്നു വിചാരിച്ചോളൂ, നമ്മൾ ഫേക്ക്, അതായത്
ആക്ച്വലി അത്രയും ക്യാഷൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്തിന്, ബസ്സിനോ അതല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ അതല്ലെങ്കിൽ ഹോട്ടൽ റൂമിൻ്റെ ക്യാഷൊന്നും അത്ര ആയിട്ടുണ്ടാകത്തില്ല. നമ്മൾ ഫേക്ക് ബില്ല് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ കമ്പനിയിൽ നിന്നും ഈടാക്കുന്നു, കമ്പനിയിൽ നിന്നും വാങ്ങിയെടുക്കുന്നു അല്ലേ. അതാണ് എക്സ്പെൻസ് റീഎംബേഴ്സ്മെൻറ്റ് സ്കീം. അടുത്തത് ചെക്ക് ടാമ്പറിങ്. ചെക്ക് ടാമ്പറിങ് എന്താണ്? ചെക്ക് ടാമ്പറിങ് ഫേക്ക് ആയിട്ടുള്ള ചെക്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാഷ് അടിച്ച് മാറ്റുന്നു. ഫേക്ക് ചെക്കൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാഷ് അടിച്ച് മാറ്റുന്നു, ചെക്കിനെ മിസ്യൂസ് ചെയ്യുന്നു. അതൊക്കെയാണ് ചെക്ക് ടാമ്പറിങ്. അടുത്തത് പേറോൾ ഫ്രോഡ്. പേറോൾ ഫ്രോഡ് നമ്മളൊരു എന്താ പറയുക, ഒരു ഫേക്ക് എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു എംപ്ലോയി ഇല്ല, ഒരു ഡമ്മി എംപ്ലോയിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആൾക്ക് കുറച്ച് അവേഴ്സൊക്കെ നിശ്ചയിക്കുന്നു. അയാൾ ഇത്രയും മണിക്കൂർ പണിയെടുത്തു എന്നുള്ള രീതിയിൽ ഒരു ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇതുണ്ടാക്കിയത് ഞാനാണെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് ഇയാൾക്ക് അക്കൗണ്ട് നമ്പർ എന്നുള്ള രീതിയിൽ എൻ്റെ അക്കൗണ്ട് നമ്പറും കൊടുത്തു. എൻ്റെ എൻ്റെ വേറെ എവിടെയെങ്കിലും ഉള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് നമ്പറും ഞാൻ കൊടുത്തു. അപ്പോൾ ഇയാൾക്ക് സാലറി കൊടുക്കണ്ടേ? റെക്കോർഡിങ്സിൽ ഇങ്ങനെ ഒരു എംപ്ലോയി ഉണ്ട്, നമ്മൾ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു എംപ്ലോയി ആണത്. അപ്പോൾ ആ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കണ്ടേ? അപ്പോൾ സാലറി വരുമ്പോഴേക്ക് അത് ആരുടെ അക്കൗണ്ടിലേക്ക് വരും? എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡമ്മി എംപ്ലോയി, ഒരു ഫേക്ക് എംപ്ലോയി ആണത്. അതാണ് പേറോൾ ഫ്രോഡ്. ഫേക്ക് എംപ്ലോയീസ്, ഇൻഫ്ലേറ്റിംഗ് ഹവേഴ്സ് ഓർ റേറ്റ്സ്, ബഡ്ഡിങ് ബഞ്ചിങ്, അതായത് ഇതൊക്കെ ഫേക്ക് എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഫേക്ക് എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ആളുടെ അങ്ങനെ ഒരു അക്കൗണ്ടിലേക്ക് വരുന്ന സാലറി അടിച്ചു മാറ്റാനായിട്ട്. അപ്പോൾ അതാണ് പേറോൾ ഫ്രോഡ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ എന്തിൻ്റെ അണ്ടറിൽ പഠിച്ചതാണ്? അസറ്റ് മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഫ്രോഡിൻ്റെ അണ്ടറിൽ പഠിച്ചതായിരുന്നു. ക്യാഷ് തെഫ്റ്റും ഇൻവെൻട്രി തെഫ്റ്റും അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിളും പിന്നെ വെണ്ടർ ഫ്രോഡും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഓക്കെ, സെക്കൻഡ് വൺ മാനിപ്പുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സെക്കൻഡ് വൺ മാനിപ്പുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തൊക്കെയാണ്? ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇൻറ്റൻഷണൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, ഒമിഷൻ ടു ഡിസൈവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സ്. അതായത് നമ്മൾ മനഃപൂർവ്വം കുറേ കാര്യങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്നു ആരെ? യൂസേഴ്സിന്. മനഃപൂർവ്വം അല്ലെ, ഇൻറ്റൻഷനലി. അതാണ് മാനിപ്പുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഫസ്റ്റ് പോയിന്റ്. നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അല്ലെ, മനഃപൂർവ്വം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ വഴി മിസ്ലീഡ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് അഗ്രസീവ് അക്കൗണ്ടിങ്. അഗ്രസീവ് അക്കൗണ്ടിങ് എന്താണ്? നമ്മൾ നോക്കുമ്പോഴേക്കും ഓക്കെ, ഗ്യാപ്പ് പ്രകാരം US ഗ്യാപ്പ് പ്രകാരം കറക്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അതെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ അത് എത്തിക്കലി കറക്റ്റായിട്ടില്ല ആയിരിക്കത്തില്ല. അതായത് നമുക്ക് നോക്കുമ്പോൾ തോന്നും ഓക്കെ, US ഗ്യാപ്പ് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് എത്തിക്കലി കറക്റ്റായിട്ടായിരിക്കത്തില്ല ചെയ്തത്. അപ്പോൾ നമ്മളെ തോന്നിപ്പിക്കും കറക്റ്റ് ആണെന്ന്, പക്ഷേ കറക്റ്റ് ആയിരിക്കത്തില്ല, എത്തിക്കലി കറക്റ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അതാണ് അഗ്രസീവ് അക്കൗണ്ടിങ്. അടുത്തത് ഏണിങ്സ് മാനേജ്മെൻറ്റ്. ഏണിങ്സ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ഈ ഒരു വർഷം നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു 1 lakh പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യണമെന്ന്, ഒരു 100,000 പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യണമെന്നൊരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ആ ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? എക്സ്പെൻസ് കുറച്ച് കാണിക്കും, എന്നിട്ട് അടുത്ത പീരീഡിൽ കിട്ടാനുള്ള ഇൻകത്തിനെ ഈ പീരീഡിലേക്ക് കൊണ്ടുവരും, അപ്പോൾ പ്രോഫിറ്റ് കൂടും. അതാണ് ഏണിങ്സ് മാനേജ്മെൻറ്റ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് മിസ്ലീഡ് ചെയ്യുന്നതിന് തുല്യമല്ലേ. അപ്പോൾ ഈ പീരീഡിൽ പ്രോഫിറ്റ് കണ്ടിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ. ആക്ച്വലി നമുക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അവരെ നമ്മൾ മിസ്ലീഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതൊരു ഫ്രോഡ് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്. അതായത് നമുക്ക് ഈ ഒരു ഇയറിൽ 100,000 ആണ് പ്രോഫിറ്റ് ടാർഗറ്റ് തന്നത്, പക്ഷേ നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ വർഷത്തെ എക്സ്പെൻസ് കുറച്ച് കാണിച്ചിട്ട് അടുത്ത വർഷം കിട്ടാനുള്ള കുറച്ച് റവന്യൂ ഇതിലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ പ്രോഫിറ്റ് കൂടി. ആക്ച്വലി ഈ വർഷം അത്രയും പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ മിസ്ലീഡ് ചെയ്തതാണ്, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതാണ് ഏണിങ്സ് മാനേജ്മെൻറ്റ്. പിന്നെ ഇൻകം സ്മൂത്തിങ്. ഇപ്പോൾ ഒരു 5 വർഷത്തെ നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എടുത്ത് നോക്കുമ്പോഴേക്കും ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആണെന്ന് വിചാരിച്ചു, ഭയങ്കര കൂടിയും കുറഞ്ഞും പോകുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് പ്രോഫിറ്റ് ഉള്ള വർഷത്തിൽ നിന്നും കുറച്ച് പ്രോഫിറ്റ് എടുത്ത് കുറവുള്ള വർഷത്തേക്ക് കൊണ്ടുവരുന്നു, അതിനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നു, ആ ഫ്ലക്ച്വേഷനെ ഒഴിവാക്കുന്നു. അതാണ് ഇൻകം സ്മൂത്തിങ്. ദെൻ ലോൺ ആപ്ലിക്കേഷൻ ഫ്രോഡ്. നമ്മൾ കമ്പനിയുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിക്കുന്നു അല്ലേ. അതായത് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് ലോൺ തരുമോ? ഇല്ല. കാരണം എന്താണ്? ഓക്കെ, ഇവർക്ക് ഇത്രയും ബാധ്യതയുണ്ട്, അപ്പോൾ ഇനിയും ലോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാൻ വഴിയില്ല, ഓൾറെഡി അത് മുങ്ങാറായിരിക്കുന്ന കമ്പനിയാണ്, അപ്പോൾ ഇനിയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈസയും പോകും എന്നുള്ള രീതിയിലായിരിക്കും ബാങ്ക് ചിന്തിക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ലയബിലിറ്റീസ് കുറച്ച് കാണിക്കും. അപ്പോൾ ബാങ്ക് നോക്കുമ്പോൾ എന്താ, ഇവർക്ക് ലയബിലിറ്റീസ് ഇല്ല, അപ്പോൾ ലോൺ കൊടുക്കാം. അപ്പോൾ ഇതൊരു ഫ്രോഡല്ലേ. അതാണ് ലോൺ ആപ്ലിക്കേഷൻ ഫ്രോഡ്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? മാനിപ്പുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ മിസ്ലീഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഫ്രോഡാണ് ഇതൊക്കെ. ദെൻ മാർക്കറ്റിംഗ് ഫ്രോഡ്. മൂന്നാമത്തെ ഹെഡ് മാർക്കറ്റിംഗ് ഫ്രോഡ്. എന്താണ്? നമ്മളൊരു പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുകയാണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്,
അതായത് നമ്മൾ ഒരുപാട് പ്രോമിസ് കൊടുക്കുന്നു. ഓക്കെ, ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും, അത് കിട്ടും, ഇതിന് ഇന്ന ക്വാളിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫേക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ഒരു കസ്റ്റമർ വന്ന് പ്രോഡക്റ്റ് വാങ്ങി ഈ പറഞ്ഞ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബെനിഫിറ്റ്സോ ഒന്നും ആ ഒരു കസ്റ്റമറിന് കിട്ടിയില്ല. ഇതൊരു മാർക്കറ്റിംഗ് ഫ്രോഡല്ലേ? അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ആണ് അല്ലേ? നമ്മൾ പ്രോഡക്റ്റിനെ ലൈക്ക് പോലെ സെലിബ്രിറ്റീസിനൊക്കെ കൊണ്ടുവന്നിട്ട് ആ പ്രോഡക്റ്റിനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അത് കിട്ടും, ഇതിന് ഇന്ന ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ കസ്റ്റമർ വന്ന് മേടിച്ചു, ആൾക്കാർ ക്വാളിറ്റിയും കിട്ടിയില്ല, ചിലപ്പോൾ ആളെ നെഗറ്റീവിൽ അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് ഫ്രോഡാണ്. അപ്പോൾ അതിനാണ് മാർക്കറ്റിംഗ് ഫ്രോഡ് എന്ന് പറയുന്നത്. അടുത്തത് കൺസ്യൂമർ ഫ്രോഡ്. കൺസ്യൂമർ ഫ്രോഡ് അതായത് നമ്മുടെ കസ്റ്റമർ, സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ നമ്മളെ ചതിക്കുന്നു. കസ്റ്റമർ കണ്ടക്ട് ചെയ്യുന്ന ഫ്രോഡാണ് കൺസ്യൂമർ ഫ്രോഡ്. ഫസ്റ്റ് പോയിന്റ് ഫ്രണ്ട്ലി ഫ്രോഡ്. ഫ്രണ്ട്ലി ഫ്രോഡ് ക്ലെയിം പ്രോഡക്റ്റ് നെവർ റിസീവ്ഡ് ആഫ്റ്റർ ഡെലിവറി. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ ബുക്ക് ചെയ്തു, ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ ഒരു പ്രോഡക്റ്റ് ബുക്ക് ചെയ്തു, അത് കിട്ടിയിട്ട് നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുവാണ്, ഇങ്ങനൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ, ഇങ്ങനൊരു പ്രോഡക്റ്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. ലൈക്ക് അതിന് വേറെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സൈനൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? അതായത് നമ്മൾ പ്രോഡക്റ്റ് ബുക്ക് ചെയ്തു, നമ്മളത് റിസീവ് ചെയ്തു, എന്നിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുവാണ് നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഫ്രണ്ട്ലി ഫ്രോഡ്. ദെൻ പ്രൈസ് ആർബിട്രേജ്. പ്രൈസ് ആർബിട്രേജ് റിട്ടേൺ എ ചീപ്പർ ഐറ്റം ഇൻസ്റ്റെഡ് ഓഫ് പർച്ചേസ്ഡ് വൺ. മനസ്സിലായോ? അതായത് നമ്മൾ വില കൂടിയ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് ചെയ്ത് നമുക്കത് കിട്ടി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? ഒരു വില കുറഞ്ഞൊരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യും. വില കുറഞ്ഞ, അതായത് ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ വില കുറഞ്ഞ ഈ ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യും വേറെ വാങ്ങിയിട്ട്, എന്നിട്ട് നമ്മൾ പൈസ വാങ്ങിച്ചെടുക്കും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റും കിട്ടി, പൈസയും കിട്ടി. നമ്മൾ എന്താ ചെയ്തത് ഇവിടെ? നമ്മളൊരു വില കൂടിയ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, അത് നമുക്ക് കിട്ടി. ഈ ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ വില കുറഞ്ഞത്, പ്രൈസ് കുറഞ്ഞത് നമ്മൾ റിട്ടേൺ ചെയ്യും, എന്നിട്ട് നമുക്ക് പൈസ വാങ്ങിച്ചെടുക്കും. അപ്പോൾ നോക്കുമ്പോഴേക്കും നമുക്ക് പൈസയും കിട്ടി, പ്രോഡക്റ്റും കിട്ടി. അപ്പോൾ ഇതിനെയാണ് പ്രൈസ് ആർബിട്രേജ് എന്ന് പറയുന്നത്. ഇതൊരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. അടുത്തത് റിട്ടേൺ ഫ്രോഡ്. റിട്ടേൺ ഫ്രോഡ് നമ്മളൊരു മൊബൈൽ ഫോൺ ബുക്ക് ചെയ്തു, അത് നമുക്ക് കിട്ടി, എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുവാണ്. റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്രോഡ് ഐറ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓൾട്ടേർഡ് ഐറ്റം ആയിരിക്കും, ഒരു ഫേക്ക് ഐറ്റം ആയിരിക്കും. എന്ത്? ചിലപ്പോൾ ഒരു കല്ലിൻ്റെ കഷ്ണമൊക്കെ ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുക. അതാണ് റിട്ടേൺ ഫ്രോഡ് എന്ന് പറയുന്നത്. അടുത്തത് വാർഡ്രോബിങ്. വാർഡ്രോബിങ് അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി, ഒരു കല്യാണത്തിന് ഇടാൻ വേണ്ടി നമ്മളൊരു ഷർട്ട് ബുക്ക് ചെയ്തു, എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞു, നമ്മുടെ ആ കല്യാണത്തിന് നമ്മൾ ആ ഷർട്ട് ഇട്ടു, നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് അത് തിരിച്ച് മടക്കി റിട്ടേൺ ചെയ്യുന്നു. അതാണ് വാർഡ്രോബിങ്. ഇതൊരു ഫ്രോഡ് ആക്ടിവിറ്റി അല്ലേ? ബൈ വെയർ വൺസ് റിട്ടേൺ ഫോർ റീഫണ്ട്. നമ്മളത് നമുക്കൊരു കല്യാണത്തിന് ഒരു ഷർട്ട് വേണമായിരുന്നു, നമ്മളത് ബുക്ക് ചെയ്തു, ഷർട്ട് വന്നു, നമ്മളത് കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോയി, എന്നിട്ട് റീഫണ്ടിന് വേണ്ടി മടക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അതാണ് വാർഡ്രോബിങ് എന്ന് പറയുന്ന ഫ്രോഡ് ആക്ടിവിറ്റി. ദെൻ റിട്ടയറിങ് സ്റ്റോളൻ ഗുഡ്സ്. റിട്ടയറിങ് സ്റ്റോളൻ ഗുഡ്സ് അതായത് ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്നൊരു സാധനം മോഷ്ടിക്കുന്നു, എന്നിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി അത് റിട്ടേൺ ചെയ്തിട്ട് പൈസ വാങ്ങുന്നു അല്ലേ? അതായത് അവിടെ നിന്ന് മോഷ്ടിച്ച സാധനം അവിടെ തന്നെ കൊടുത്തിട്ട് പൈസ വാങ്ങുന്നു. അതാണ് റിട്ടയറിങ് സ്റ്റോളൻ ഗുഡ്സ്. ഓക്കെ, ഫിഫ്ത്ത് വൺ ഫൈനാൻഷ്യൽ മിസ്കണ്ടക്ട്. അഞ്ചാമത്തെ ഫ്രോഡ് ഫൈനാൻഷ്യൽ മിസ്കണ്ടക്ട്. എന്താണ്? അതായത് ഒക്കേഴ്സ് വെൻ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി ആക്ടേഴ്സ് ടേക്ക് ഇൻഅപ്രോപ്രിയേറ്റ് റിസ്ക് ദാറ്റ് കോസ് പ്രോബ്ലംസ് ഫോർ ദ ഹോൾ എക്കോണമി. ഹോൾ എക്കോണമി അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ബാങ്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ, ഇവർ ഇൻറ്റൻഷ്യലി മനഃപൂർവ്വം ഒരു റിസ്ക് എടുക്കുന്നു. എന്തിനു വേണ്ടി? ഹോൾ എക്കണോമിനെ തകർക്കാൻ വേണ്ടി, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ റിസ്ക് എടുക്കുകയാണ്. ആര്? നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലുള്ള പാർട്ടിസിപ്പൻസ്. അത് ആരൊക്കെയാവാം? ബാങ്ക് ആവാം, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അങ്ങനെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ. എങ്ങനെയാണ്? സബ് പ്രൈം മോർട്ടേജ് ക്രൈസിസ്. സബ് പ്രൈം മോർട്ടേജ് ക്രൈസിസ് അതായത് ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചടക്കാൻ കഴിവില്ലാത്തവർക്ക്, അതായത് തിരിച്ചടക്കാൻ പറ്റാത്തവർക്ക്, ചിലപ്പോൾ അവർ ബാങ്ക്രപ്റ്റ് ആകാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കാം, അവർ പാപ്പരാകാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ലോൺ കൊടുക്കുക. അങ്ങനെയുള്ളവർക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചടക്കത്തില്ല. നമ്മുടെ എന്താ പറയുക, ഫൈനാൻഷ്യൽ എക്കണോമി അങ്ങനെ തകരും അല്ലേ? അതായത് പൈസ കൊടുത്തിട്ട് തിരിച്ചടക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ എക്കണോമി തകരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കുക. അതുപോലെ തന്നെ അതായത് പോൺസി സ്കീംസ്. പോൺസി സ്കീംസ് നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഓൾഡ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇവരുടെ പണം പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കുക. പുതിയ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം പഴയ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക. ഇത് കറക്റ്റാണോ? പഴയ ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണമാണോ? അല്ല, പ്രോഫിറ്റിൻ്റെ ഭാഗം അല്ലേ? പ്രോഫിറ്റിൻ്റെ ഭാഗമാണ് നമ്മുടെ പഴയ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കേണ്ടത്, അതല്ലാതെ പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആരോടാണ് ഫ്രോഡ് കാണിക്കുന്നത്? പുതിയ ഇൻവെസ്റ്റേഴ്സിനോടല്ലേ? ന്യൂ ഇൻവെസ്റ്റേഴ്സിനോട്. പേ ഓൾഡ് ഇൻവെസ്റ്റേഴ്സ് വിത്ത് ഫണ്ട്സ് ഫ്രം ന്യൂ ഇൻവെസ്റ്റേഴ്സ് അണ്ടിൽ കൊളാപ്സ് അല്ലേ? അതായത് നമ്മുടെ പഴയ ഇൻവെസ്റ്റേഴ്സിന് പുതിയ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും പണം വാങ്ങിയിട്ട്
കൊടുക്കുന്നു. അപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ കാണിക്കുന്നത് എന്താണ്? ന്യൂ ഇൻവെസ്റ്റേഴ്സിനോട് നമ്മൾ കാണിക്കുന്നത് ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയാണ്. കാരണം ഓൾഡ് ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഭാഗമാണ്, അതല്ലാതെ ന്യൂ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവന്നിരുന്ന പൈസയല്ല. അപ്പോൾ അതൊക്കെ ഫിനാൻഷ്യൽ മിസ്കണ്ടക്റ്റിൻ്റെ ഭാഗമായിട്ട് വരും. അടുത്തത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെൻറ്റ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെൻറ്റ് അതായത് വേറൊരാൾ ക്രിയേറ്റ് ചെയ്ത ആളുടെ ഒരു ഐഡിയയോ ആളുടെ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലോ അത് മോഷ്ടിക്കുക. ഇപ്പോൾ ലെറ്റ്സ് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിടുന്ന സമയത്ത് വേറെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത ഒരു മ്യൂസിക്കൊക്കെ നമ്മൾ അതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ആളുടെ അവകാശമില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് അടിക്കുമല്ലേ, യൂട്യൂബ് കോപ്പിറൈറ്റ് തരും. അപ്പോൾ അതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. കോപ്പിറൈറ്റ് അത് തന്നെ, അതായത് വേറൊരാൾ ക്രിയേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു സാധനം, ആളുടെ ഐഡിയയോ വേറെ എന്തെങ്കിലും ഒരു കാര്യം ആൾ അനുവാദമില്ലാതെ നമ്മൾ നമ്മുടേതായിട്ട് ഉപയോഗിക്കുന്നു, അതാണ് കോപ്പിറൈറ്റ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെൻറ്റ്. അപ്പോൾ അതൊരു ബിസിനസ് ഫ്രോഡാണ്. ദെൻ എസ്പിയോണേജ് ഇൻ ദ സെൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ, വേറൊരു കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയൊക്കെ നമ്മൾ ചോർത്തുന്നു, അവരുടെ സീക്രട്സും കാര്യങ്ങളൊക്കെ ചോർത്തുന്നു. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ബിസിനസ് സ്ട്രാറ്റജീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ഡാറ്റ ഉണ്ടാവാം, ഇതൊക്കെ നമ്മൾ ചോർത്തുന്നു. അതിനെയാണ് എസ്പിയോണേജ് എന്ന് പറയുന്നത്, എസ്പിയോണേജ്. അടുത്തത് കറപ്ഷൻ. നമ്മുടെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസറീസിനൊക്കെ നമ്മൾ കൈക്കൂലി കൊടുക്കുന്നു. ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ഗവൺമെൻറ്റിന്, ഫോറിൻ ഒഫീഷ്യൽസിന് നമ്മൾ കൈക്കൂലി കൊടുക്കുന്നു അല്ലേ, അതായത് ബ്രൈബ് കൊടുക്കുന്നു. അതിനെയാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. കറപ്റ്റഡ് ആക്ടിവിറ്റി ആണല്ലേ കൈക്കൂലി കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം, നിയമപരമല്ലാത്തൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കൈക്കൂലി കൊടുക്കുന്നു. അതിനാണ് കറപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ ബിസിനസ് ഫ്രോഡ്സ് പഠിച്ചു. ഇത് ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ലൈക്ക് ആ ഫ്രോഡ് വായിച്ചിട്ട് ആ ഒരു ഫ്രോഡിൻ്റെ പേര് കാണുമ്പോൾ തന്നെ, കറപ്ഷൻ എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ എസ്പിയോണേജ് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും കോപ്പിറൈറ്റ് ആണെന്ന്. അപ്പോൾ ഓരോ പേരും വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് ഭയങ്കര ജനറേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ ഏരിയ ഇവിടെ കംപ്ലീറ്റ് ആയി. നമുക്ക് 3 പാർട്ടായിരുന്നു അല്ലേ, ബിസിനസ് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്, ദെൻ ഓർഗനൈസേഷണൽ എത്തിക്സ്. അതിൽ ബിസിനസ് എത്തിക്സ് ഈ ഒരു ക്ലാസ്സോടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുക പ്രൊഫഷണൽ എത്തിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ എത്തിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സീ യു സൂൺ.